ഹായ് ഫ്രണ്ട്സ്, മതവും രാഷ്ട്രീയവുമായുള്ള അതിരുവരമ്പ് നേർത്തു വരികയാണ്. എൻ്റെ വാക്കുകളല്ല, നമ്മുടെ മുഖ്യമന്ത്രി ഇന്ന് തിരുവനന്തപുരത്ത് പറഞ്ഞതാണ്. ഇതിനെപ്പറ്റി ഭരണഘടന എന്താണ് പറയുന്നത്? ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ ആമുഖം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളംലി റിസോൾവ്ഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻടു എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ഈ 5 പദങ്ങൾ പഠിച്ചാൽ മതി ഇന്ത്യയുടെ ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാകുവാൻ. ആദ്യത്തെയും അവസാനത്തെയും ശരിയാ, സോവറിൻ ആൻഡ് റിപ്പബ്ലിക്, പരമാധികാര റിപ്പബ്ലിക്. അടുത്ത 3 വാക്കുകൾ സോഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം ഇല്ലായ്മ ചെയ്യുന്ന വ്യവസ്ഥിതി. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം ഇല്ലായ്മ ചെയ്യുന്ന വ്യവസ്ഥിതിയാണ് സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതി. ആണോ ഇന്ത്യ ഇപ്പോൾ? എവിടെ? The rich become richer, the poor become poorer. സമ്പന്നന്മാർ അതിസമ്പന്നന്മാരാകുന്നു, ദരിദ്രരോ പരമദരിദ്രരാകുന്നു. അതാണ് ഇന്ത്യയിലെ അവസ്ഥ. ജനാധിപത്യമോ മണി പവർ ആൻഡ് മസിൽ പവർ. കുറെ നാളുകളായിട്ട് ഇന്ത്യൻ ജനാധിപത്യത്തിന് പരാജയം എന്ന് പറയുന്നത് മണി പവർ ആൻഡ് മസിൽ പവർ. ലക്ഷാധിപതികൾക്ക് മാത്രമേ ഒരു ഇലക്ഷൻ നിൽക്കാനോ രാഷ്ട്രീയ പ്രവർത്തനത്തിന് മുഴുകാനോ സാധിക്കുകയുള്ളൂ. ലക്ഷങ്ങൾ പോലെ കോടികൾ വേണം. ഒരു MP ആയിട്ട് മത്സരിക്കണമെങ്കിൽ 1 കോടി 1.5 കോടി എങ്കിലും വേണം. തൃശ്ശൂര് ലോക്സഭാ മണ്ഡലത്തിലേക്ക് BJP ഒഴുക്കാൻ പോകുന്നത് 100 കോടിയാണെന്ന് പറഞ്ഞു കേൾക്കുന്നു. മസിൽ പവർ. കാണാമേലെ BJPക്കാരും മാർക്സിസ്റ്റുകാരും ഒക്കെ ഏറ്റുമുട്ടുന്നത് RSS കേന്ദ്രങ്ങളിലെ ശാഖകളിലൊക്കെ ദണ്ടും മടിയൊക്കെ ആയിട്ട് പ്രകടനം നടത്തുന്നത് മസിൽ പവർ. അതൊക്കെ ഉണ്ടെങ്കിലേ രാഷ്ട്രീയത്തിൽ ഇടപെടാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഒരെണ്ണം കൂടി വന്നിരിക്കുന്നു, റിലീജിയസ് പവർ. ജനുവരി 22-ന് മറ്റൊരു അധികാര കേന്ദ്രം കൂടി ആരംഭിക്കുകയാണ് ഇന്ത്യയില്, റിലീജിയസ് പവർ, മതപരമായ ശക്തി. അതുകൂടി ആവശ്യമായി വന്നിരിക്കുന്നു. 3ാമത്തെ വാക്ക് സെക്യുലർ, മതേതരം. ഇന്ത്യ മതേതരമാണോ? ഈശ്വര, ഞാനൊരു ദീർഘനിശ്വാസം വിടട്ടെ. നിങ്ങൾ ആലോചിച്ചാൽ മതി, ഇന്ത്യ മതേതരമാണോ? അതിനെപ്പറ്റിയാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത്. മതവും രാഷ്ട്രീയവും തമ്മിലുള്ള അതിർവരമ്പ് നേർത്തു വരികയാണ് എന്ന്. തീർച്ചയായും നിങ്ങൾ പ്രതികരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. ദയവായി പ്രതികരിച്ചാലും ഇന്ത്യ ഇപ്പോഴും ഒരു മതേതര രാഷ്ട്രമാണോ? പ്ലീസ് മേക്ക് യുവർ കോമെന്റ്സ്. ഭരണഘടനയിൽ എന്തു പറയുന്നുവെന്നല്ല, പ്രായോഗിക ജീവിതത്തിൽ.